ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അനീഷ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ടാർഗറ്റഡ് ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഹേറ്റ് ക്യാമ്പയിൻ, ഇതിന്റെ പിന്നിലെ വസ്തുതകൾ ഓരോന്നോരായിട്ട് നമുക്ക് പരിശോധിക്കാം. അനീഷ് എന്തോ വലിയ തെറ്റ് ചെയ്ത അട്ടർ ഫേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓരോ ആരോപണങ്ങളായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ എത്ര ദിവസം മുമ്പ് വിളിച്ചു എന്നുള്ളത് അത് പ്രേക്ഷകരായിട്ടുള്ള നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അത് വി ഡോണ്ട് ഹാവ് ടു കെയർ. ഈ 3 ദിവസം അല്ലെങ്കിൽ 12 ദിവസമാണെങ്കിലും അതിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അനീഷിനെ നേരത്തെ ഈ ഹൗസിനകത്തേക്ക് കയറ്റിയോ? ഇല്ല. ഇത് എപ്പിസോഡിന്റെ അവസാനം അനീഷ് തന്നെ പറയുന്നുണ്ട്, അത് ചെറിയ രീതിയിൽ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പറഞ്ഞു പോയതാണെന്ന്. തെറ്റ് അക്സെപ്റ്റ് ചെയ്ത അനീഷിന്റെ ക്വാളിറ്റിയാണ്. ഭൂരിഭാഗം സമയവും തെറ്റ് പറയാതിരിക്കാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് അനീഷ്. ഒരബദ്ധം പോലും അനീഷ് അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയ തെറ്റ്, അതും ഗെയിമിനെയും അവിടെയുള്ള ആരെയും ഒരു രീതിയിലും ബാധിക്കാത്ത ഈ ചെറിയ തെറ്റ്, ഇത് ക്ഷമിച്ചത് കൊണ്ട് ഭൂമി ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, അനീഷിന്റെ PR ആരോപണം ആൻഡ് പ്രൊഫൈലിനെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. സീസൺ 5 ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞ പോലത്തെ കള്ളക്കഥയൊന്നും അനീഷ് പറഞ്ഞിട്ടില്ല. ചെയ്ത ജോലികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൃഷിക്കാരനെന്ന് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയത് കൃഷിക്കാരനായതുകൊണ്ട് തന്നെയാണ്. അല്ലാത്ത ഒരാളെ കൃഷിക്കാരൻ എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്താനായിട്ട് പറ്റുമോ? ഇല്ല. അനീഷിന്റെ നാട്ടുകാരായിട്ടുള്ളവർ ഇത് കാണുന്നില്ലേ? അവരെതിർക്കത്തില്ലേ? ഇല്ലാത്തൊരു കാര്യം ഉൾപ്പെടുത്തി അനീഷ് പ്രേക്ഷകരെ പറ്റിച്ചാലും നമുക്ക് അനീഷിനെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാത്ത പക്ഷം അനീഷ് ഇതിലേക്ക് വരാൻ വേണ്ടി പ്രൊഫൈൽ ഉണ്ടാക്കിയെടുത്തതാണ്, മാനിപ്പുലേറ്റ് ചെയ്തെടുത്തതാണെന്ന് പറയുന്നതൊക്കെ പൊട്ടത്തരമാണ്. അതായത് ഇതുവരെ ചെയ്ത ജോലികളെല്ലാം പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയതിന് നമുക്ക് തെറ്റു പറയാനായിട്ട് പറ്റില്ല. ആരാണെങ്കിലും അങ്ങനെ പറയും. കൃഷിക്കാരനാണ് എന്ന് ഉൾപ്പെടുത്തിയതിന് പിന്നിലെ കാരണം അനീഷ് എപ്പോഴും ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. 9 വയസ്സുള്ളപ്പോഴാണ് അനീഷിന്റെ അപ്പച്ചന് ഹാർട്ട് അറ്റാക്ക് വന്നതെന്നും അതിനുശേഷം വെറുതെ കടന്ന ഭൂമിയിൽ കൃഷി ചെയ്തു എന്നും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനീഷ് പറഞ്ഞിരുന്നത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ഈ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ മാത്രം കള്ളത്തരങ്ങളും മാനിപ്പുലേഷനും ഒന്നും അനീഷ ഹൗസിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 30 വർഷമായിട്ട് സ്വന്തം അപ്പന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് അനീഷ് പറഞ്ഞ കാര്യം തന്നെയാണ്. 39 കൂട്ടിയ 39 വയസ്സ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. പലരും ബിഗ് ബോസ് കയറിയിട്ട് പറയുന്നത് പോലെ കഥയിലെ അരിയും മുക്കാലും പറഞ്ഞ് ബാക്കി പറയാതിരുന്ന് അങ്ങനെയുള്ള കളിയൊന്നും അനീഷ് അവിടെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ പലരും ബിഗ് ബോസ് കയറിയിട്ട് പറയുന്ന പോലത്തെ ഒരു രീതിയിലുള്ള കള്ളത്തരം, ഒരു കള്ളക്കഥയും അനീഷ് അവിടെ പറഞ്ഞിട്ടില്ല. ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ അങ്ങ് പറയുന്നതാണ്. പ്രൊഫൈൽ ഉണ്ടാക്കി ബിഗ് ബോസിൽ വരാനായിട്ട് കളിച്ചു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളത് നെവിനുമായിട്ടുള്ള ആ ഒരു കാര്യം. മുന്നിൽ കയറി ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, മാറി നിൽക്കുമോ എന്ന് ചോദിക്കും. അനീഷ് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു നൈവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എന്ത് പറഞ്ഞു, നെവിനെ ഒന്ന് മാറി നിൽക്കുക, എന്നെ ക്യാമറയിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ 100 150 ക്യാമറ ഉണ്ട് എന്നും അതിലൊക്കെ എല്ലാത്തിലും വീഡിയോ പിടിക്കുന്നുണ്ടെന്നും ആ പാവം മനുഷ്യൻ അറിയാൻ പാടില്ലായിരുന്നു. അതും അബദ്ധത്തിൽ പറഞ്ഞതാണ് ക്യാമറ സ്പേസ് എന്നുള്ള ഒരു വാക്ക്. ആരും 100% പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും അല്ല. എല്ലാ മനുഷ്യർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അനീഷിന്റെ കേസിൽ കുറെയൊക്കെ പുള്ളി പെർഫെക്റ്റ് ആണെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഷാനവാസിനൊക്കെ പോലെ തെറി പറയാനും അല്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും വേറുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞിരുന്ന അന്തിച്ചർച്ച നടത്താനും ഒന്നും അനീഷിനെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാനും, സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ലാലേട്ടൻ. ഇതിൽ എന്ത് സ്ത്രീവിരുദ്ധ അനീഷ് അവിടെ കാണിച്ചു? ഒരു സ്ത്രീവിരുദ്ധതയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെ ലാലേട്ടൻ പറഞ്ഞതിൽ തന്നെ കോൺട്രഡിക്ഷൻ വരുമ്പോൾ പോലും പ്രേക്ഷകർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രമുഖ റിവ്യൂവേഴ്സിന് ഒരു വിഷയമേ അല്ല അതൊന്നും. അനീഷ് എന്തെങ്കിലും പറയുന്ന ചെറിയൊരു കാര്യം പോലും അത് നോക്കിയെടുത്തിരുന്ന് വേർഡ് ബൈ വേർഡ് എടുത്ത് വിമർശിക്കാനാണ് താല്പര്യം. ഇതുവരെ ഒരു തെറിവാക്ക് പോലും അനീഷ് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലെന്നേ. മരക്കഴുത അല്ലെങ്കിൽ മാക്സിമം പോയ തെറ്റത്തരമെന്നല്ലാതെ ഒരു വാക്ക് പോലും തെറിയായിട്ട് അനീഷ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ അനീഷ് പിടിച്ച ക്യാരക്ടർ ആണെന്ന് പറയുന്നവരോടാണ് എത്ര ദിവസം ഒരു മനുഷ്യൻ അങ്ങനെ ക്യാരക്ടർ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും? അനീഷ് ഒറിജിനൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നായിട്ടുള്ള പ്രധാന കാരണം ഇതാണ്. റോബിനും മാരാരും ഒക്കെ ഗെയിം ആണെന്ന് പറഞ്ഞ് ഗെയിമിന് വേണ്ടി കോണ്ടന്റുകൾ കൊടുത്തപ്പോൾ അനീഷ് അതവിടെ ജീവിച്ച് കാണിച്ചു. കോമണർ ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ കോമണർ ആണെന്ന് 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉറക്കെ തന്നെ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ് ഞാൻ കോമണർ ആണ് എന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് 2 സീസണിൽ വന്നിട്ടുള്ള കോമണേഴ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിലും വലിയ തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR അറിയില്ല എന്ന് പറഞ്ഞത്, അത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അനീഷിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് പുള്ളി തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. അത് പരിക്കലായിട്ടും ഒക്കെ പലരും പറയുന്നുണ്ട്. 16-20 ലക്ഷം രൂപ മുടക്കി അവിടെ പലരും സ്വന്തം അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ പലരെയും ഏൽപ്പിച്ചിട്ടാണ് വന്നത് എന്നുള്ള ആ ഒരു കാര്യം അനീഷിന് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ബുദ്ധിയും വിവരമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവും.
ആ ഒരു കാര്യമാണ് പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് ഏതൊക്കെ രീതിയിലാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. പി ആറിനെ അറിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പി ആറിനെ അറിയാമായിരിക്കും, പക്ഷെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു നോളേജ് ഉണ്ടായിരുന്നു കാണില്ല. അത് പലർക്കും ഇല്ല. ഇന്നലെ വന്ന ആ ഒരു ഉമ്മ, അവർക്ക് പി ആർ എന്താണെന്ന് അറിയോ? പെരിയാർ എന്നൊക്കെയാണ് പറയുന്നത്. പെരിയാർ ആരാണ്? പെരിയാർ ഇ വി രാമസ്വാമിയാണോ? അല്ല, അങ്ങനെയൊക്കെയാണ് മനുഷ്യര്. നമുക്കിപ്പോ ഒന്നും അങ്ങനെ ആ രീതിയിലൊക്കെ വിമർശിക്കാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വേർഡ് ബൈ വേർഡ് വിമർശിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും വിമർശിക്കണം. അനീഷിനെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുകയല്ല വേണ്ടത്. ഈ ഒരു ഷോയുടെ ഹോസ്റ്റ് പറയുന്ന കാര്യത്തിൽ വരെ കോൺട്രഡിക്ഷൻസ് വന്നിട്ടുണ്ടെന്നേ. ആദിലെ നൂറേയും വീട്ടിൽ കയറ്റും, വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതേ ലാലേട്ടൻ തന്നെ അടുത്ത ആഴ്ച വന്നിട്ട് പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാവരും പറയുന്ന കാര്യത്തിൽ കോൺട്രഡിക്ഷൻസ് വന്നിട്ടുണ്ട്. ലാലേട്ടൻ തുടക്കത്തിൽ അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്ത്രീ വിരുദ്ധം എന്നുള്ള ആ ഒരു കാര്യം, അത് തെറ്റാണെന്ന് അനീഷ് തെളിയിച്ചില്ലേ? ആ തെളിയിച്ചതിനെ പറ്റി ഒന്നും ആർക്കൊന്നും പറയാനില്ല. സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ എന്ത് സ്ത്രീ വിരുദ്ധത എവിടെ കാണിച്ചു? ഒരു സ്ത്രീ വിരുദ്ധത എവിടെ കാണിച്ചിട്ടില്ല. മറ്റു പലരുമാണ് അവിടെ സ്ത്രീ വിരുദ്ധത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എക്സ്പോസ് ആയി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബിഗ് ബോസിൽ വരാനായിട്ട് 5 വർഷം ലീവ് എടുത്തിരുന്ന് പഠിച്ചു എന്നൊക്കെയുള്ള ലാലേട്ടന്റെ തുടർച്ചയായിട്ടുള്ള ആ ഒരു പരാമർശം, അതും തെറ്റാണെന്ന് ഇന്നലത്തെ എപ്പിസോഡ് തെളിയിക്കപ്പെട്ടു. കാരണം അനീഷ് തന്നെ പറയുന്നുണ്ട് 5 വർഷം ലീവ് എടുത്തതില് 3 വർഷം ഇനി ബാക്കിയുണ്ട്. അത് ആ സമയത്ത് പുള്ളിയുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വർക്ക് ചെയ്യും, സ്ക്രിപ്റ്റ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമെന്ന് വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബിഗ് ബോസിൽ വരാനായിട്ടിരുന്ന് പഠിച്ചു, 5 വർഷം ലീവ് എടുത്തിരുന്ന് പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ വിരുദ്ധം എന്നുള്ള ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ ആണ് പ്രേക്ഷകരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഒരു പെർസ്പെക്റ്റീവ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനീഷ് പുള്ളിയുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ആ സ്ക്രിപ്റ്റ് വർക്ക് കാര്യങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എപ്പിസോഡിൽ ഹോട്ട്സ്റ്റാറിലുണ്ട് അതൊക്കെ. അനീഷ് ഒരു നന്മമരമാണ്, നന്മയുടെ നിറകുടമാണ് എന്ന് പുള്ളി അവിടെ ആരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. ഇതൊക്കെ അനീഷ് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകരാണ് വിലയിരുത്തി പറഞ്ഞത്. അതിനും വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഷാനവാസിനെ പോലെ, അക്ബറിനെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആര്യനെ പോലെ ഒന്നും ആ ലെവലിൽ കള്ളത്തരങ്ങളോ കുതന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അനീഷ് അവിടെ പറയുകയോ ചെയ്തിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 3 ദിവസം 12 ദിവസം, പിന്നെ ഈ ഒരു കോമണർ പരാമർശം, ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളേ ഉള്ളൂ ആകെ ഇവർക്ക് വിമർശിക്കാനും പറയാനായിട്ടും ഉള്ളത്. അത് മാത്രമേ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളൂ. അതൊക്കെ വെച്ചിട്ട് അങ്ങ് അട്ടർ ഫേക്ക് ആണെന്നും ഫേക്ക് കണ്ടസ്റ്റന്റ് ആണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. അല്ലാതെ പേരിന് പോലും ഒരു കള്ളം അനീഷ് അവിടെ പറഞ്ഞിട്ടില്ല. ഒരു മേജർ ആയിട്ടുള്ള ഒരു കള്ളത്തരം അനീഷ് അവിടെ പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിനകത്ത് നമുക്ക് എന്ത് ഗെയിം വേണമെങ്കിലും കളിക്കാം. ഇപ്പോൾ നമുക്ക് ഗെയിം കളിക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം കളിക്കാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ആയിട്ട് നമുക്ക് പറയാതെ പറയാം ഇതൊക്കെ എന്റെ ഗെയിമിന്റെ ഭാഗമാണ് എന്ന്. കാരണം ബിഗ് ബോസ് ഇസ് എ ഗെയിമിംഗ് റിയാലിറ്റി ഷോ. ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. 2 രീതിയിലുള്ള ഗെയിമും അവിടെ വില പോകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അർജുനൊക്കെ എന്ത് ഗെയിമാണ് അവിടെ കളിച്ചത്? ഈ നന്മമരം കളിയല്ലേ അർജുൻ കളിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്മമരം തന്നെ കളിച്ചിട്ടല്ലേ അർജുനൊക്കെ ജയിച്ചത്. ലാസ്റ്റ് ആയപ്പം എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് വീക്കിൽ മറ്റോ ആണ് അർജുൻ ഇച്ചിരിയെങ്കിലും ഒന്ന് എക്സ്പോസ് ആയത്. നന്മമരം കളി തന്നെയല്ലേ കളിച്ചു വന്നത്. അപ്പോ വിവരവും ബോധവും ഉള്ള മനുഷ്യർക്ക് ഇതൊക്കെ മനസ്സിലാവും. അനീഷ് ഇപ്പൊ മേജർ ആയിട്ടുള്ള വലിയൊരു തെറ്റ് അവിടെ ചെയ്യാത്തിടത്തോളം, അല്ലെങ്കിൽ പറയാത്തിടത്തോളം കാലം ഞാൻ എന്റെ നാവെടുത്ത് അനീഷിനെ വിമർശിക്കില്ല. അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്നെ PR ആക്കാം, എന്ത് വേണോ ആക്കാം, പക്ഷെ അവിടെ മേജറായിട്ട് ഗെയിമിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ഉള്ളവരെയോ ബാധിക്കുന്ന രീതിയിലുള്ള വലിയൊരു കള്ളം അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു കളി ഞാൻ ലൈവിൽ കാണാത്തിടത്തോളം കാലം അനീഷ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യില്ല. അതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഈ ചെറിയ കാര്യങ്ങൾ 2-3 ചെറിയ മൈനർ ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് ഒന്നും വെച്ചിട്ട് അനീഷിനെ ആ രീതിയിൽ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ കീറി മുറിക്കാനായിട്ടോ പറയുന്ന ഓരോ വാക്കും കീറി മുറിച്ച് ജഡ്ജ് ചെയ്യാനോ എന്നെ കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് PR ചാനലാണെന്ന് എന്ത് വേണോ പറഞ്ഞു, എനിക്ക് ഒരു ചുക്കുമില്ല. 2-3 സീസണായിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മള് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോ ആണിത്. അത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് പലരെയും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ വീഡിയോയിൽ ഒട്ടുമിക്കുള്ള എല്ലാ ആരോപണങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആകെ 2-3 ചെറിയ പിച്ചിഞ്ഞുള്ളി കേസുകളാണ് അനീഷിൻ്റെതായിട്ട് ഇവർ പറയുന്നത്. ആ കൂട്ടത്തില് അത് പറഞ്ഞിട്ടാണ് ഫേക്ക് എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇത്രയും ചെറിയ കാര്യങ്ങളാണ്, അത് പ്രേക്ഷകർ മനസ്സിലാക്കുക. പിന്നെ ഉണ്ടല്ലോ ഈ 10 മിനിറ്റ് വീഡിയോ ഒക്കെ ഒരാളെ താറടിക്കാൻ മാത്രമല്ല, സപ്പോർട്ട് ചെയ്തും ചെയ്യാം,
പറ്റും എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.